നമ്മുടെ മലേഷ്യയിലെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും ഇന്ന് നമ്മൾ കുറച്ച് ട്രഡീഷണൽ ലുക്കാണ്. ഞാനും ട്രഡീഷണൽ ആണെന്ന് പറയാലോ ഇല്ലേ. ഇന്ന് കാരണം നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്, പിന്നെ കുറെ സൈറ്റ് സീയിങ് കാണാനുണ്ട്. ഇന്നലെ നൈറ്റാണ് നമ്മൾ കണ്ടത്. ഇന്നലെ നമ്മൾ നടന്നു കിടന്ന് നമ്മൾ അടപ്പളവി. ഇന്നലെ വന്ന് കിടന്നിട്ട് നമ്മൾ ഔട്ട്ഡോർ പോലും എടുക്കാതെ നമ്മൾ ഉറങ്ങിപ്പോയി. ഇന്നലെ ചുരിദാറാണ്. ഇന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് അവിടെ നമുക്ക് മോഡേൺ ഡ്രസ്സുകളൊന്നും പാടില്ല. അതെ അതെ അതെ, ഫുൾ കവേർഡ് ആയിട്ടുള്ള ഡ്രസ്സ് വേണമെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോകുന്നുണ്ട്. സോ നമ്മുടെ മലേഷ്യ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിക്സഡ് കൾച്ചറാണ്. തമിഴുണ്ട്, ഇവിടെ ഫോറിൻ കൾച്ചറുണ്ട്, പിന്നെ ചൈനീസ് കൾച്ചറുള്ളൊരു ഫുഡുണ്ട്, അങ്ങനെ ഫുൾ ഒരു ഇസ്ലാമിക്കിന്റെ കൾച്ചറുണ്ട്. അങ്ങനെ ഫുള്ളൊരു മിക്സഡ് കൾച്ചറുള്ളൊരു സ്ഥലമാണ് മലേഷ്യ. ഇന്നലെ ഞാൻ ഉണ്ടല്ലോ ഗൈസ്, ഇന്നലെ വെറുതെ ഈ ഹൈലക്സ് എന്ന് പറയുന്ന വണ്ടിയൊക്കെ ഇവിടെ വെറും പെട്ടിയാട്ടാണ്. അത് കാണുമ്പോൾ സങ്കടം വരും. കാരണം വണ്ടിയെ സ്നേഹിക്കുന്ന നമ്മളൊക്കെ ഫോർച്യൂണർ ആയാലും ഹൈലക്സ് ആയാലും വണ്ടി അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ട തട്ടുകട എന്നൊക്കെ പറയാം ഇല്ല, ഇത് ഇവിടുത്തെ തട്ടുകടയില്ലേ നമ്മൾ ഇന്നലെ ഫുഡൊക്കെ വാങ്ങിച്ചു കഴിച്ചത്, ചെറിയ ചെറിയ ഫുഡ് സ്റ്റാള്. അപ്പൊ അവരൊക്കെ അവരുടെ ഈ ഫുഡ് ഐറ്റംസ്, ചക്ക, മാങ്ങ, പിന്നെ അവരുടെ ഇതെല്ലാം ഈ പിന്നെ കയറ്റുന്നതെല്ലാം ഈ ഹൈലക്സിലാണ് ഗൈസ്. കറക്റ്റ് നമ്മൾ അവിടുത്തെ ഒരു നോർമൽ ഒരു പെട്ടിയോട്ടം പോലെയൊക്കെ തന്നെയാണ് ഇവിടെ ഹൈലക്സ് ഉപയോഗിക്കുന്നത്. സങ്കടം വരും. അങ്ങനെ നമ്മളെ നാട്ടിൽ ഹൈലക്സിൽ ബാക്കിൽ നിന്ന് ഒരു സാധനം നമ്മൾ കേട്ടതില്ല. അത്ര ഒരു പോർണലില്ലാതെ കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ യൂട്ടിലിറ്റി വെഹിക്കിൾ ആണല്ലോ, അത് മാക്സിമം യൂസ് ചെയ്തതായിരിക്കുമെന്ന് എവരാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹൈലക്സിനെ റഫായിട്ട് യൂസ് ചെയ്തത്. മൊത്തം ഹൈലക്സ് ആട്ടോ. ഞാൻ ഹൈലക്സിന്റെ ഇവിടെ ടാക്സ് ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഹൈലക്സിന് ഏതാണ്ട് 40 ലക്ഷം രൂപ, 35-നും 40-നും ഇടയ്ക്ക് എന്തായാലും ഹൈലക്സ് ആവും. പക്ഷെ ഇവിടെ അതിന്റെ വില എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 23 ലക്ഷം രൂപയേ ഉള്ളൂ അതിന്റെ വേരിയന്റിന്റെ വില. അങ്ങനെ ഓരോന്നിന്റെയും വില ഭയങ്കര കുറവാട്ടോ വെഹിക്കിളിന്. അതുകൊണ്ടാണ് ഇവിടെ ഇത്ര അടിപൊളി വണ്ടികളുള്ളത്. ഇവിടെ അത്ര നമ്മളെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അത്രയും പ്രൈസ് ആവുന്നില്ല ഇവിടെ. ഞാൻ ഇന്നലെ രാത്രി ഓരോ വണ്ടി ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക. ഞാൻ ഇവിടെങ്ങാണ് ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ഡിഫൻഡർ എടുത്തേരെ. ഡിഫൻഡറിന് നമ്മളെ നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസ് കുറവാണ്. പെട്രോളിന് ഇവിടെ 40 രൂപ ഉള്ളു കേട്ടോ. ഡീസലിനാകുമ്പോൾ 38-39 രൂപയ്ക്ക് കാണത്തുള്ളൂ. പിന്നെ ഓൺ അവർക്ക് പെട്രോളിയം അവർ ഉത്പാദിപ്പിക്കുന്നുണ്ട്. ഭയങ്കര അങ്ങനെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ചീപ്പാണ്. ഇന്നലെ നമ്മൾ ഫുഡ് കഴിച്ചിറങ്ങി നമ്മൾ കുറെ കഴിച്ചു. ഫുഡ് ഒന്നും കൊള്ളത്തില്ലായിരുന്നെങ്കിൽ പോലും നമ്മൾ നൂഡിൽസ് പറഞ്ഞു, ദോശ പറഞ്ഞു, പിന്നെ ഒരു റൈസിന്റെ ഒരു ഫുൾ മെനു പറഞ്ഞു, ചിക്കൻ വിത്ത് വെജിറ്റബിൾസ് കറി അങ്ങനെ വരുന്ന എല്ലാം കൂടി നമ്മൾ കഴിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 600 രൂപയുള്ളൂ. ചീപ്പാണെന്നത് ചീപ്പാണില്ലേ അല്ലേ? നല്ല ഫുഡ് കിട്ടിയില്ല, അത് സത്യം. നമ്മള് ഇന്ന് തൊട്ട് മാക്സിമം നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറന്റ് ഒഴിവാക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഇവിടുത്തെ ഇന്നലെ നൈറ്റ് നമ്മൾ അടുത്തുള്ളത് ആ റെസ്റ്റോറന്റ് ഉള്ളതായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ. അപ്പോ നമ്മൾ ഇന്നത്തെ നമ്മളെ പരിപാടി നമ്മള് കുറെ സ്ഥലങ്ങളിൽ അമ്പലം പോകാണ്ട്, പിന്നെ ഇവരുടെ തന്നെ കുറെ സ്ഥലങ്ങളിലൊക്കെ കറങ്ങി കാണാനുണ്ട്. അതൊക്കെ പോകുന്ന വഴിക്ക് നമുക്ക് കാണാം ഗൈസ്, ഓരോന്ന് കാണാം. അതിലെ കൊള്ളാം, ഡ്രസ്സ് കൊള്ളാം. പിന്നെ എന്തോ അമ്പൂട്ടൻ ഇന്നത് ഒരു കോട്ട് സെറ്റ് ആണ്. വൈറ്റ് പാന്റും ഒരു യെല്ലോ ഇവിടെ ചെറിയ പ്രിന്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഷർട്ട്. നല്ല ഇടാന് നല്ല കംഫർട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇറങ്ങാം. അപ്പോ നമ്മളെ വണ്ടി ഇവിടെ വന്ന് വെയിറ്റിംഗ് ആണ്. ഡേ 2 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പോവാം രാവിലെ. മൃദുല ഇവിടെ ബാഗ് കുത്തിക്കയറ്റോ പോകുന്നു. ഒളിച്ചളിക്കോ എന്താണോ ഒളിച്ചേ കണ്ടേ. നമ്മളെവിടെ മറയും. കണ്ടോ നമ്മള് വേണം. ഒളിച്ച് കളിച്ചാൽ നമ്മൾ അടുത്ത് വേണം. നമ്മളെ വണ്ടി അല്ലായിരുന്നു കേട്ടോ, അത് നമ്മളെ വണ്ടി വരത്തേ ഉള്ളു.
യുവർ മദർ റൈറ്റ്. അപ്പൊ ഇങ്ങനത്തെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ കാണും. അമ്പലത്തിൽ പോണല്ലോ, ട്രഡീഷണൽ ആണ്. ഒട്ടും ചൂടില്ലല്ലേ? നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി എവിടെയോ നിർത്തിയാട്ടാ. ഇവിടെ എല്ലായിടത്തും 11 എന്ന് പറഞ്ഞ ആ ഒരു കടയുണ്ട് കേട്ടോ. ഒരുപാട് കടയുണ്ട്. 7 ആണ്, 7-Eleven. അതെ അതെ, ഇവിടെയാണ് കേട്ടോ കഴിക്കുക. ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണോ? വഴി എന്ത് പുകയൊക്കെ ഇട്ടിരിക്കുന്നത് രാവിലെ? എന്താ പുകയാ? അടുക്കളയിലത്തെ മണം നമ്മളെ ആകർഷിച്ച് കയറ്റാനുള്ള പരിപാടിയാണ്. തന്നടാ, അത് ശരിയാട്ടോ. പുകത ഇങ്ങനെ കളയുന്നത് അത് അടിപൊളി. ഇനി നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിക്കാത്തേ ഇല്ല. ബ്രേക്ക്ഫാസ്റ്റിന് ഇവിടെ കൊണ്ട് നിർത്തിയത് ഇന്ത്യൻ റെസ്റ്റോറന്റ് ഫ്രണ്ടില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യാനാ? അമ്പലത്തിൽ പോണം. സോ നമ്മള് ദോശ, പ്ലെയിൻ ദോശ, സാമ്പാർ, ചട്നി, ചായം പറഞ്ഞിട്ടുണ്ട്. ചെറുക്കന് ദോശ ഇഷ്ടമാണെന്ന് പറഞ്ഞ ദോശ ഓർഡർ ചെയ്തു. അവൻ അതും വേണ്ടേ? നല്ല ദോശ, പക്ഷെ മാവേ പുളിക്കാൻ നിന്നില്ല. ഇപ്പൊ അരച്ച് നല്ല ദോശ എന്ന് പറഞ്ഞാൽ ആദ്യം വായി വെച്ചപ്പോ കടിച്ചപ്പോ കൊള്ളായിരുന്നു. പക്ഷെ അരക്കാ ചൂടുക ആ സംഭവമാണ്. നമ്മളവിടെ കണക്ക് വെച്ചിരിപ്പില്ലെന്ന് തോന്നുന്നു. കഴിക്കപ്പോ സാമ്പാർ കൊള്ളാം. സാമ്പാർ കഷണമില്ല, പക്ഷെ എന്നാലും കുഴപ്പമില്ല. സാമ്പാറൊക്കെ വണ്ടിയൊക്കെ ലക്ഷക്കണക്കിന് കിലോമീറ്റർ ഓടുന്നു. ഇത് ടൊയോട്ടയുടെ വണ്ടിയല്ല. നമ്മൾ ആദ്യം വന്ന ടൊയോട്ടയുടെ ആയിരുന്നു. ഈ വണ്ടി 5,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 5 ലക്ഷം. ഓക്കെ ബാബാ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ജെന്റിങ് ഹൈലാൻഡ്. യെസ് ഗൈസ്, ഇത് നമ്മൾ മലേഷ്യ എന്നൊക്കെ ആ ഒരു തിരക്കിന്റെ ഇടയിൽ നിന്നൊക്കെ മാറി ഇവിടെ ഭയങ്കര തണുപ്പ്. അതായത് നമ്മളെ മിനി ഒരു മൂന്നാർ പോലെയൊക്കെ ഹൈ റേഞ്ച് ഏരിയ. ഇതിന്റെ മുകളിൽ പോകണം നമ്മൾ. അതായത് 1800 മീറ്റർ മുകളിൽ പോകണം. അത് പോകുന്നത് മറ്റേ കേബിൾ കാറിലാണ്. ഫോറസ്റ്റിന്റെ ഇടയിലൂടെ പോകും. നല്ല രസമാണ്. ഇതിനകത്ത് തന്നെ റെസ്റ്റോറന്റ് ഉണ്ട്, ഷോപ്പിംഗ് മാൾ ഉണ്ട്, കാസിനോസ് ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്. നമ്മളെ മാള് പോലത്തെ ഒരു സംഭവമാണ് ഇത്. എന്നാൽ ഇത് കുറച്ച് ഹൈ റേഞ്ച് ഏരിയ. ഇതിന്റെ ഇവിടെ തന്നെയാണ് ചിൻസ്യു ടെമ്പിൾ, ഈ ചൈന പോലെ ഇരിക്കുന്ന. മനസ്സിലായി. അപ്പൊ നമ്മള് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുക. ഇനി ഇവിടുന്ന് 4 മണിക്ക് പോയാൽ മതി. ഒരുപാട് ടൈം ഉണ്ട്. ഫുഡ് കഴിക്കുന്നവർ ഫുഡ് കഴിക്കാം, ഷോപ്പ് അമ്പൂട്ട നല്ല ഉറക്കം കേട്ടോ. നമ്മുടെ മലേഷ്യൻ റെസ്റ്റോറന്റ് ആണോ കേട്ടോ. മലേഷ്യൻ എന്ന് പറയുന്നത് നമ്മളെ ചൈന, കൊറിയ അങ്ങനത്തെ ഫുൾ ഫുഡ്. ഇത് അങ്ങനത്തെ റെസ്റ്റോറന്റ്. എനിക്ക് വിശപ്പില്ല, അതാണ് അതിന്റെ ഓണർ. ഹലോ ബ്രോ, അത് വായിച്ചേട്ടാ. ഇതൊക്കെ എന്ത് നമ്മൾ ആ സ്ലാങ്ങിന് പോയത് കറക്റ്റ് സ്ലാങ്ങില് പിടിച്ച്. ജെന്റിങ് ഹൈലാൻഡ്സ് പ്രീമിയം ഔട്ട്ലെറ്റ്. ഏതാ ഇങ്ങോട്ട് കാണിക്കുക. പ്രീമിയം ഔട്ട്ലെറ്റ് എന്തിന്റെയാ? എസ്കലേറ്റർ മേളിൽ പോളത്. നമുക്ക് നടക്കാം അങ്ങോട്ട്. ബാബാ കംഫർട്ട് ആണോ അത് വെച്ചപ്പോ? അടിപൊളി. ഏതാ വണ്ടി? എനിക്ക് ഇവിടുത്തെ റോഡ് കാണുമ്പോൾ എനിക്ക് എന്റെ ഫോർച്യൂണർ മിസ് ചെയ്യുന്നു. വണ്ടി ഓട്ടിക്കാൻ തോന്നി റോഡിൽ. എന്ത് അടിപൊളി റോഡാണ് ഗൈസ്. വണ്ടി സ്പോർട്സ് കാർ പോലെ. മോനെ ലുക്ക്. ഔഡിയുടെ ഏതാണ് ഗൈസ് ഇത്? അറിയുന്ന താഴെ മോഡൽ കമന്റ് ചെയ്യും. മോഡിഫിക്കേഷൻ ഒരു പ്രശ്നമില്ല. ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോഴല്ലേ റോഡ് കൂടി കിടക്കുന്നത്. 2 കണ്ണാപ്പ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഏത് വണ്ടിയാന്ന് ചോദിച്ചു. ഹൈലക്സിലൊക്കെയാണ് ഇവിടെ റോഡ് പണിക്ക് പിന്നെ അങ്ങോട്ടൊക്കെ ഫോറസ്റ്റ് ആട്ടോ. അവിടെ എഴുതിയിട്ടുണ്ട് റെസ്ട്രിക്റ്റഡ് ഏരിയ, അങ്ങോട്ട് ആർക്കും എൻട്രി ഇല്ലെന്ന്. കുറച്ച് ഏരിയ ഒരു കാട് പോലെ. ഇപ്പൊ നമ്മള് കേബിൾ കാർ പോകുന്നത് ഫോറസ്റ്റിന്റെ ആണോ? നീ പോയിട്ടുള്ളതാണോ കാണല്ലോ പറയുന്നേ? ആണോ? അതിന് നീ കൊറേ മലേഷ്യൻ ഭാഷയൊക്കെ പഠിച്ചോ? മലായൊക്കെ പഠിച്ചോ? ഇംഗ്ലീഷിൽ അങ്ങനെ പറഞ്ഞു കേട്ടില്ല. മറ്റേ മലായിയുടെ അമ്മയുടെ പേരെന്തുവായിരുന്നു? ചേട്ടത്തി. ഈ ഡ്രസ്സില് ചെറിയൊരു മലാത്തിയുടെ പറഞ്ഞോണ്ട് അടിക്കില്ല. ഇല്ലില്ല. നമ്മളെ മലയാളി എന്ന് പറയുന്ന ഇവിടെ മലായി എന്ന് പറയുന്നല്ലേ? അല്ല, മലായി ഇവരുടെ ലാംഗ്വേജ് അല്ല ആക്ച്വലി. മലായിക്കാരാണ് മലേഷ്യയിലുള്ളത്. അടുത്ത പരിപാടി നമ്മൾ കേബിൾ കാർ കയറാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ്. നമ്മൾ ടിക്കറ്റ് ഒക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ക്യൂ നിന്ന് കയറുക.
ആദ്യം ഇവിടാണോ എന്നൊരു പിടിയില്ല. എനിക്ക് തോന്നുന്നു ഇതിലേക്കൂടെ കേറാം. ഇവിടെ ആരുമില്ല, എല്ലാം നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. എല്ലാവരും അവിടെ ടിക്കറ്റ് എടുക്കുക, സെൽഫ് ടിക്കറ്റിംഗ്. അവരൊക്കെ വിചാരം നമ്മൾ ഇവിടെ ഉള്ളവരാന്ന. അല്ലടാ, അതാണ് ബെറ്റർ എന്ന് ഓർത്താ അല്ലേ. നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം അവിടെ കൊടുക്കേണ്ടി വരുമല്ലോ. ഇതിലൂടെ സ്കാൻ ചെയ്യുമ്പോൾ അറിയാലോ അല്ലേ. കേബിൾ കാറുമ്പോ ഉണരുമ്പോ ഭയങ്കര ഉറക്കമില്ലേ. ഇവിടെ വന്നതിന് ശേഷം നല്ല ഉറക്കോടെ. ഏതാ നമ്മൾ ഈ സമയമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടെ. പക്ഷെ അമ്പൂന് ഇപ്പോഴും ഇന്ത്യ സമയമാണ്. അവ ഇപ്പൊ അവിടെ അവ ഇപ്പൊ ഉറങ്ങുന്ന ടൈമാ. അവന്റെ അതേ ടൈമിൽ ഉറങ്ങുന്നുണ്ട്. സത്യം നോക്കി ഉച്ചയ്ക്ക് ആകുമ്പോൾ ഇന്നലെ അതേ കണക്കായിരുന്നു കറക്റ്റ് ടൈം. ഇത് നമ്മൾ കറക്റ്റ് നമ്മളെ ജഡായു എർത്ത് സെന്ററിലെ സെയിം സിസ്റ്റം കേബിൾ കാർ. അതേ സിസ്റ്റം ഇങ്ങനെ കറങ്ങി അവിടെ ഇങ്ങനെയല്ലേ, ഇങ്ങനെ കറങ്ങി കറങ്ങി വരും. നമ്മളിങ്ങനെ കയറിക്കോണം, ഇങ്ങനെ നിർത്തത്തില്ല. ഈ ഒരു സ്പീഡിൽ വേണം ചാടി കയറാൻ. അതേ കണക്ക് തന്നെ. ഇനി ഇവിടുത്തെ വ്യൂ എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഞാൻ സത്യത്തിൽ പറഞ്ഞ വീഡിയോ പോലും ഇതിന്റെ വ്യൂ കണ്ടിട്ടില്ല. ഇല്ല, ഞാനും കണ്ടിട്ടില്ല. നമ്മൾ മലേഷ്യ എന്ന് പറയുമ്പോൾ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. നമുക്ക് അതാണ് രസം. ഇവിടെ വന്ന് നേരിട്ട് കാണണം. ഇന്നലെ തന്നെ ടിൻഡവർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫോട്ടോയിൽ പോലും ഫോട്ടോ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഒരു എക്സൈറ്റ്മെന്റ് വേറെ. മൃദുലയും വയസ്സാവുമ്പം ഇതേപോലെ ആവുന്നു, മുടിയൊക്കെ ക്രോപ്പ് ചെയ്യും. അല്ലെ, അവർക്കൊരു 70 വയസ്സാണ് കൊണ്ടല്ലേ ഫ്രീ ആയിട്ട് കിടക്കുന്നത്. ഞാൻ ഇത്രയും വയസ്സാകുമ്പോഴേ മുടിയൊക്കെ ഇതുപോലെ ക്രോപ്പ് ചെയ്ത് ഇതുപോലെ വൈബായിട്ടൊക്കെ നടക്കുള്ളൂ. അല്ല, ഞാൻ ജെൻസി ആവും. ഓടി കയറണം മൃദുലേ, നോക്കി കയറണേ. ഈ ഒരു സ്പീഡിലായിരിക്കും. നോക്കി നോക്കി കയറിയോ. ഓക്കെ ഡൺ. അങ്ങനെ നമ്മൾ കയറാൻ വേണ്ടി പോകുന്നു. എനിക്ക് എന്താ, എനിക്ക് ജഡായിപ്പാറ തന്നെ ഫീൽ ചെയ്യുന്നു. സെയിം ഇതേപോലെ കയറുന്നത്, ഇതേപോലെ. ഇഞ്ഞു വന്നേടാ, നല്ല മൂടൽ മഞ്ഞടാ. അടിപൊളി വ്യൂ കേട്ടോ, കേട്ടോ. അതെ, ഇത് സൂപ്പറാണ് കേട്ടോ. എടാ, പക്ഷെ എല്ലായിടത്തും കുറെ ആൾക്കാരുണ്ടടാ. നമ്മള് പക്ഷെ 2 പേരേ ഉള്ളു കേട്ടോ. നീ ബാക്കിലോട്ട് നോക്ക്, ബാക്കിലോട്ട് നോക്ക്, മഞ്ഞ് നോക്ക്. ഇവിടെ ഇരുന്ന നല്ല വ്യൂ നോക്ക്. ആള് കയറിയില്ലെങ്കിലും പോകും, ചിലത് കാലടിച്ചും പോകുന്നുണ്ട്. അടിപൊളി. അടി കൂടെ വണ്ടി പോകുന്നുണ്ട്. ഈ കേൾക്കുന്ന അറിയത്തില്ല, ചെറിയ കാടിന്റെ ശബ്ദമൊക്കെ കേൾക്കാൻ വേണ്ടി ഇവിടെ ചെറിയ ഇത് ഒരു കേൾക്കുന്നില്ല, ഒരു കിളി കരയണ മൈക്ക് വെച്ചോണ്ട് ബേബി കേൾക്കത്തില്ലായിരിക്കും. നല്ല രസമാണ് കേട്ടോ. വലിയ മരങ്ങളല്ലടാ, ഇങ്ങനെ ചെറിയ ചെറിയ മരങ്ങളാണ് അല്ലേ. മലേഷ്യ പാമ്പുണ്ടോ? കാണും, പിന്നെ കാണാതെ കിങ് കോബ്ര ഒക്കെ കാണും. തേരി കേറോ. മഞ്ഞായാലേ ഒന്നും കാണത്തില്ല, ഫുള്ള് മഞ്ഞായി. മലേഷ്യയിലും കോടയുണ്ട്, കോട കോട കോട. ഒന്നും കാണുന്നില്ല. ഇപ്പൊ ഫ്ലാറ്റ് ആവുന്നുണ്ട്. ഇവിടുന്ന് കറക്റ്റ് കണക്ട് ചെയ്ത് നേരെ ആവുന്നുണ്ട്. നല്ല പൊക്കത്തിൽ പോയി. 1800 മീറ്റർ പൊക്കം. 1800 മീറ്റർ. എന്റെ മോനെ, ഞാൻ ഇപ്പഴാ കണ്ടത് കേട്ടോ. അമ്പോട്ട് ആദ്യം വെച്ചേക്കുന്നുണ്ട്. ആ വള്ളിതാ, എന്റെ മുഖം മൊത്തം സ്ക്രാച്ചാ. നഖമില്ലെങ്കിൽ അവൻ പിടിക്കുന്ന പിടിയില്ലല്ലോ. ഓ എടാ, ഇവിടെ വന്നിട്ട് ഇവിടെ നമുക്ക് കുറച്ചേരം നിക്കാൻ തോന്നുന്നു. എന്നിട്ട് പിന്നെ അടുത്ത കേബിൾ കാർ കേബിൾ കാർ വഴി നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ചിൻസു കേവ് സ്റ്റാമ്പർ. ഇതുവഴിയുടെ പോകുന്നത് നേരല്ലേ? ഓക്കെ, എന്തിങ്ങനെ വന്നാൽ മതി, ഓപ്പൺ ആവും. ഒരാളോ 1 by 1. ഇതൊരു അടിപൊളിയാട്ടോ. വേറൊന്നുമല്ല, നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇത്ര സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മടുക്കും. എല്ലായിടത്തും എക്സലേറ്റർ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയും നടന്നാൽ മതി എല്ലായിടത്തും. അടിപൊളിയാ. ചിൻസ്യു സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ട് ചിൻസ്യു ടെമ്പിളിൽ പോകണമെങ്കിൽ ഇതുവഴി കുറെ ഇറങ്ങണം കേട്ടോ. പക്ഷെ എല്ലായിടത്തും ഇതുണ്ട്, അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇതൊരു നല്ല തണുപ്പുണ്ട്, ഒട്ടും ക്ഷീണമില്ല. നീ എന്നെ അള്ളിയടാ, നീ എന്നെ ഇവിടെ നീ അള്ളിയില്ലടാ. ഇങ്ങോട്ടും അടുത്ത് തരാത്. അവൻ മുഖം മൊത്തം അള്ളി പറിച്ചു വെച്ചിരിക്കാണ്. ഇതൊരു രക്ഷയില്ല. എന്നെ അങ്ങ് നോവിക്കുന്നു. സ്നേഹം കൊണ്ടാ. നീ ഇനി എന്നെ സ്നേഹം കാണിക്കണ്ട കേട്ടോ. അങ്ങനെ കേട്ടല്ലോ. ഇനി എന്നെ അള്ളി നാണു കൊള്ളും. അവൻ
അവന് മനസ്സിലാവുന്നുണ്ടത്. ഗൈസ് സത്യം പറഞ്ഞാലേ കേട്ടോ, ഓരോരുത്തർ ട്രിപ്പ് പോകുന്നത് ഭയങ്കര ഫോൺ മാത്രം പോക്കറ്റ് ചെയ്തിട്ട് എൻജോയ് ചെയ്തേ. ബാഗ് നിറയെ അമ്പൂറ്റ ബോട്ടിലെ സ്നാക്ക്. ഏട്ടന്റെ കൊല്ലം ഞാൻ കാണിച്ചു തരാം. കഷ്ടം. വലിയ കാര്യത്തിൽ അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കുഞ്ഞുങ്ങളായിട്ട് പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ ഡ്രസ്സ് ഇട്ടിട്ടൊന്നും കാര്യമില്ല. സാധനങ്ങള് അവന്റെ എല്ലാ വീട്ടിൽ സാധനങ്ങളില്ല. കുഞ്ഞാമ്മ അവന്റെ ലോഷൻ ഉണ്ട്, മരുന്നുകളുണ്ട്. അവന്റെ കുഞ്ഞുങ്ങൾ എപ്പോഴാണ് അവന് തുമ്മലൊക്കെ വരുന്നത് പറയാൻ പറ്റില്ല. എല്ലാ മരുന്നുകളും ഉണ്ട്. പിന്നെ സഞ്ചരിക്കുന്ന മെഡിക്കൽ സഞ്ചരിക്കുന്ന ഒരു ചെറിയ മെഡിക്കൽ ഷോപ്പാണ് നമ്മുടെ ബാഗ്. ഇതില് ടെമ്പിൾ ഫുൾ മൂടൽ മഞ്ഞാൽ മൂടിയിരിക്കുന്നു, ഒന്നും കാണുന്നില്ല. ഇതിലൂടെ ഫുൾ കമ്പനിയാ. തമിഴ് ഫ്രണ്ട്സ്. ചെന്നൈയിൽ ഫ്രണ്ടിനെ കിട്ടി. എനിക്ക് വയ്യ. ഇത് ഇവരുടെ ഒരു ട്രഡീഷണൽ സാധനം എല്ലാം അടുത്തുണ്ട് കേട്ടോ. ഫുൾ കമ്പനി മലേഷ്യയില്. നമ്മളിവിടുത്തെ ആൾക്കാരായി. അത്രയും വേണോ? അതല്ലേ വാട്ടർഫോൾ. ഇത് ആർട്ടിഫിഷ്യൽ വാട്ടർഫോൾ ആണെന്ന് തോന്നുന്നു. അല്ലേ? ആ തോന്നുന്നു. നൈസ്. നമ്മളതേ മെയിൻ ടെമ്പിളിന്റെ അവിടെ എത്തി. അതാണ് വേണമെങ്കിൽ ഡ്രസ്സൊക്കെ ദേവിയോ നിൽക്കുന്നു. ദേവിയാണ് നിന്റെ അടുത്ത് പറഞ്ഞു. ദേവൻ എന്നാ പറഞ്ഞു. ഇവിടുത്തെ ദൈവമായിരിക്കും. ഞാൻ കേട്ട ദേവി. നമുക്ക് ഇവിടെ ഡ്രസ്സ് ഗൈസ് വേണമെങ്കിൽ ഡ്രസ്സ് മാറാൻ കേട്ടോ. ട്രഡീഷണൽ ഡ്രസ്സ് അങ്ങനെ വാടകയ്ക്കെടുത്ത് മാറി. അവിടെ കുറെ പേര് നിൽക്കുന്നുണ്ടോ ബാക്കില്? അതേപോലെ ഇട്ടുണ്ടോ നടക്കാം കേട്ടോ. അടിപൊളി കേട്ടോ അത്. ഈ വീഡിയോ കാണാൻ സൈസ് തോന്നിക്കുന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഇങ്ങോട്ടും അപ്പൊ കറക്റ്റ് കാടിന് നടുക്കിരിക്കുന്ന ഫീൽ. സൂപ്പർ കേട്ടോ അത്. അടിപൊളി കേട്ടോ. ഇവിടെ ചുമ്മാ ഇരിക്കാൻ തന്നെ അടിപൊളിയാ. നല്ല തണുപ്പുണ്ട്. വെയിലുണ്ടെന്ന് വെച്ചാൽ വെയിലുണ്ട്, പക്ഷെ വലിയ ചൂടില്ല കേട്ടോ. കുഴപ്പമില്ല. ആരാ ഒളിച്ചു കളിക്കുന്നേ? അമ്മയും മോനും ഇവിടെ ഒളിച്ചു കളിക്കുകയാണോ? കണ്ടേ ഒളിച്ചു കളിക്കുകയാണോ? ഡേയ് അവിടെ പോയി നോക്കുക കേട്ടോ. നമ്മൾ അമ്പുവിനെ എല്ലായിടത്തും നടക്കാൻ വിടത്തില്ല കേട്ടോ. ചില സമയം കൊതി വരും അവന് നടക്കണമെന്ന്. പക്ഷെ നമ്മൾ ചിലയിടത്ത് വൃത്തിയില്ലാത്ത സ്ഥലത്ത് എങ്ങനെയാണ് ഇറക്കി വിടുന്നത്? ഞാൻ തറയിലിട്ട് കൈയിട്ടാകും. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല ക്ലീനാണ്. ഇവിടെ കുഴപ്പമില്ല. നടക്കാൻ കുറച്ചുകൂടെ ഗ്രിപ്പ് കിട്ടും. അമ്പു നമ്മള് ഡാൻസ് ഒക്കെ പാസ്സാക്കി കേട്ടോ. ഒരു ഇല്ലേ ഡ്രസ്സിലെ കംഫർട്ട് അല്ലേ? ഞാൻ ഉദ്ദേശിച്ചു ഇവിടെ എല്ലാവരും ഭയങ്കര ട്രഡീഷണൽ ആയിരിക്കും ഇടുന്നത്. കാരണം നമുക്ക് തന്ന ഇൻസ്ട്രക്ഷനിൽ അവര് അലോ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഷോൾഡർ കവർ ചെയ്യണം, പാൻസ് ഇടണം, ട്രഡീഷണൽ ആയിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ സാരി എടുക്കാൻ എന്തായാലും അവനെ വെച്ചോണ്ട് പറ്റൂല. അല്ലെ സാരി ഒരു വഴി, ഞാൻ ഒരു വഴി പോകും. കുഴപ്പമില്ല. കഴിച്ചപ്പോ നമുക്ക് ഫുൾ ഒരു ഓവറോൾ വ്യൂ ഉണ്ടല്ലോ. ഡ്രോൺ ഒന്ന് പറത്തി. പക്ഷെ ആദ്യം എനിക്ക് പറത്താൻ പറ്റുന്നില്ല, ഭയങ്കര വലിയ ഹൈറ്റില്ലാന്ന് പറഞ്ഞു. ഇതിലോട്ട് അങ്ങനെ കാണിച്ചിട്ടില്ല. വാണിംഗ് കാണിച്ചു. മഞ്ഞുണ്ട്, ചെറിയൊരു ചാറ്റിലുണ്ട്. അമ്പോ എന്റെ അമ്പോ മൊത്തം അഴുക്കായി ദേഹം മൊത്തം. മെയിൻ റിലാക്സിങ് പോയിന്റ് കേട്ടോ. നമ്മൾ എത്ര നേരം കൊണ്ട് ഇവിടെ ആയിരുന്നു അറിയോ? നമ്മള് ഡ്രോണൊക്കെ പറത്തി. സത്യം ഇവിടെ വന്നിരിക്കുമ്പോ തന്നെ നമ്മള് വീഡിയോസ്, ഡാൻസ് കളിച്ച്, ഫോട്ടോസ് എടുത്തു. ജസ്റ്റ് സ്മോക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ സെറ്റായിട്ട്. നമ്മോട് ഇറക്കി ഇവിടെ. അടിപൊളി സെറ്റില്ലേ. ഇത് ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ പോലും ഈ ഒരു ആംബിയൻസിൽ വരുമ്പോൾ ഇത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യും. ആ ഒരു മണം ഉണ്ടല്ലേ. നമ്മൾ ചന്ദനത്തിരിയുടെ ഒരു മണം ഉണ്ട് കേട്ടോ.
കോയിൻസ് ഇടുന്ന കേട്ടോ. ഞാൻ വിചാരിച്ചത് കളർഫുൾ. അല്ല ഇത് നമ്മുടെ ഈ സൈഡ് ഇതുണ്ടല്ലോ 10 പൈസ 20 പൈസ കൊണ്ട് വിടാം. നമ്മള് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴൊക്കെ ചില്ലറ തരുമല്ലോ നമുക്ക്. ഇത് ഇടണ്ടതാ. അല്ല ഇതിന്ന് എടുത്തുകൂടാന്ന്. ഇത് നേർച്ച ചെയ്ത് ഇടുന്നതാ. അതാരേലും എടുക്കും. ഇപ്പം അമ്പലത്തിൽ നിന്ന് നമ്മൾ ഏത് പഞ്ചായത്തിൽ നിന്ന് വന്നെന്ന് ആലോചിക്കുന്നു. അതെവിടെ മണി എമ്മല അതിന് കറക്റ്റ് ഉത്തരവുണ്ടല്ലേ. പൂവൊക്കെ ഉണ്ട്. ഇവിടെ എല്ലായിടത്തും ചെറിയ ചെറിയ കേവും പിന്നെ അതിനകത്ത് കുറെ രാജാക്കന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് സംഭവം നമ്മൾ ഹിസ്റ്ററി പറഞ്ഞാൽ അറിയാത്തോണ്ട് പറയുന്നില്ല. എന്തുവാ എടാ ഇത് മറ്റേ ഇതല്ലേ കുബേരൻ. ഇവിടെ ചെരുപ്പ് ഇവിടെ ഇടാമോ? എല്ലാരും ഷൂസ് ഇട്ടിട്ടുണ്ട്, കുഴപ്പമില്ലല്ലേ? ഓ അടിപൊളി. ആണോ? നീ ആദ്യം ആഗ്രഹം പറഞ്ഞ മണി അടിച്ചിട്ടോ. ഫോർ 1 വിഷ്. മൃദുലേ, ഒറ്റ ആഗ്രഹം ഒറ്റ ബെല്ല്. ഓക്കേ. ആഗ്രഹം പറഞ്ഞേ. അറിയത്തില്ല. അതെനിക്ക് പറയുന്ന പ്രശ്നമൊന്നുമില്ല. എനിക്കൊരു പെൺകുഞ്ഞ് കാണുമെന്ന് ഞാൻ പറഞ്ഞു. ഒരു പെൺകുട്ടി. യെസ്, അതെൻ്റെ ഒരു ആഗ്രഹം. ഇനി ഒരു പെൺകുട്ടി എന്നും പറഞ്ഞ ഞാൻ ബെല്ലടിച്ചു. നമ്മൾ അടുത്ത ട്രിപ്പിനപ്പം 2 കൈ 2 കൈകളായി പറയാം. ഒരു കയ്യില്. ഓക്കെ ഗൈസ്. ഇതാണ് മലായി ആണോ? ഇത് മലായി. ഇത് കൊത്തി വെച്ചേക്കോ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ കൊറേ ഇങ്ങനത്തെ കൊറേ സ്റ്റാച്യൂസ് ഉണ്ട് കേട്ടോ. എല്ലാത്തിനും എഴുതി വെച്ചിട്ടുണ്ടോ എന്തൊക്കെയോ ഹിസ്റ്ററി കേട്ടോ. ആണോ? ഓ എന്റെ മോനെ, ഫേസ്ബുക്ക് പോലെ സൺസ്ക്രീൻ പോവല്ലോ. അടിപൊളി വെള്ളം ഗൈസ്, അടിപൊളി വെള്ളം. ഇത് തണുപ്പാടി. താങ്ക് യു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. വിശക്കുന്നുപ്പാ. മൃദുല എനിക്കൊരു സെറ്റ് ഫോട്ടോ എടുത്തു തന്നു കേട്ടോ. ഞാൻ ഒരു ടവർ ഇങ്ങനെ കൈ പിടിക്കുന്നത് അടിപൊളി. സൈഡിൽ കൊടുക്കാം. കേട്ടോ, ഫോട്ടോഗ്രാഫി സ്കിൽഫുൾ. ചില നേരം സംടൈംസ് ചില നേരം നമ്മളെ കിളിയൊക്കെ പറഞ്ഞത് നല്ല ക്രിയേറ്റീവ് ആയിട്ട് എടുത്തിട്ട് കേട്ടോ. പക്ഷെ ഐഡിയ പറഞ്ഞു കൊടുത്തത് ഞാനാണെങ്കിലും ഇനി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാം. മാനോ? ഇതുവരെ കണ്ടിട്ടില്ലാത്ത ജീവി. എന്ത് സാധനം എനിക്കറിയാം. മ്ലാവാണോ എന്താന്നറിയാൻ പയ്യ. എന്തോ ഒരു സാധനം. ഇത്ര നേരം പിന്നെ ഇതിൽ കൂടെ പോയിട്ട് അമ്മ എന്റെ മണ്ടത്തികളാകുമ്പോ പറയുന്നേ. നോക്ക് അല്ലടി, ഇത് മരുഭൂമി മൊണ്ണേ. ഇതൊക്കെ നമ്മളൊരു വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ വലുതാകുമ്പോ ഇതെല്ലാം മറന്നു ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് നമ്മള് പറയും. അല്ലെങ്കിൽ പറയാം എന്നെ കൊണ്ടുവിട്ടില്ലെന്ന് പറയും. ഇവിടെ നോക്കിയാൽ പേടിയാവും നമ്മൾ എത്ര ഹൈറ്റിലാ പോകുന്നത്. ഇവിടെ ഇരുന്നാലും അതിന്റെ ഒരു ഭീകരത മനസ്സിലാകത്തുള്ളൂ കേട്ടോ. നല്ല ഹൈറ്റാ. ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. തവണ നോക്ക്. ഇവിടെ സെറ്റ് ആട്ടോ. അഡ്വഞ്ചർ പാർക്ക് കൊണ്ടുവരാ. അതുകൊണ്ടേ അടിപൊളി കേട്ടോ. സത്യം. എടാ ഇവിടെ കൊറേ തീം പാർക്ക് കൊണ്ടുവരാ. പാർക്ക് കൊണ്ടുവരാ. അതെ, അതാ ചുമ്മാ നമ്മള് 4 മണിക്ക് വന്നാൽ മതി. നമ്മൾ അവിടുന്ന് വന്നപ്പോ തന്നെ നേരമായി കേട്ടോ. സെറ്റ്. സ്കൈ അവന്യൂ അങ്ങോട്ട് നമ്മള് പോകുന്നത്. നമ്മള് VR കാണുന്നത് കേട്ടോ. അത് സെറ്റില്ലേ. എടാ അടിപൊളിയായിരിക്കും കേട്ടോ. ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ കുറെ ഉണ്ട് കേട്ടോ. എടാ ഇവിടെ ഒരു വേറെ ഒരു വേൾഡ് തന്നെ കേട്ടോ. ഇവര് വേറെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കും. നമുക്ക് എത്രയും ഭാഗം ചമ്പു ഇച്ചിരി കൂടി ആയിരുന്നെങ്കിൽ അമ്മ ഓടി കളിച്ചേന്. എന്റെ മോനെ അടിപൊളി ഗൈസ്. അപ്പൊ ഫുഡ് കഴിക്കണം. ഇവിടെ 2 റെസ്റ്റോറന്റ് ഉണ്ട്.
നമുക്ക് എവിടെയെങ്കിലും കയറാൻ കേട്ടോ. അമ്പൂട്ടിന് വിശപ്പ്, എനിക്കും അങ്ങനെ അധികം വിശപ്പില്ല. നമുക്ക് പോകുന്നു, എനിക്കത് എന്ത് കഴിയണമെന്ന് കൺഫ്യൂസ് ആട്ടോ. ചിലത് ഇവിടെ മെയിൻ ഭയങ്കര ഓയിലാട്ടോ. ഇവര് പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ ഫുഡും ഭയങ്കര ഓയിലാണ്. നമ്മൾ വിചാരിക്കുന്ന ഓയിലൊന്നും അല്ല ഇടുന്നത്. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ഹെവി ഫീൽ ചെയ്യും. ഞാൻ കാണിച്ചു തരാം. ചിക്കനും എല്ലാം ഭയങ്കര ഓയിലാട്ടോ. നമ്മള് അത്യാവശ്യം ഓയിൽ പറഞ്ഞ ഒരു ചെറിയൊരു എഗ് ഫ്രൈഡ് റൈസ് വാങ്ങിച്ച്. ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ പോലെ ഓയിൽ ഇടാറില്ല. അല്ല എടാ ഇത്തിരിയൊക്കെ ഇടാടാ. ഇതിങ്ങനെ എണ്ണ കഴിക്കുമ്പോഴേ എണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ആദ്യം. പക്ഷെ അത് ഇവർക്ക് ഇഷ്ടമായ ഇവരത് ഒരുപാട് കഴിക്കുന്നുണ്ട്. ഇത് അമ്പൂന് ഇഷ്ടമാട്ടോ. അതായത് ഒട്ടും സ്പൈസി ഇല്ല. ക്യാരറ്റ്, പിന്നെ കോണ്, ഗ്രീൻ പീസ്, എഗ്, ചോറും. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. ഫുൾ കുക്കഡ് അല്ല, ഭയങ്കര സ്റ്റിക്കിങ് കൂടിയാ. നമ്മൾ അടുത്തൊരു ഐറ്റം പറഞ്ഞു. എന്തായിട്ട് ഇവിടുത്തെ ടോപ്പ് പിക്ക് ഐറ്റം എന്ന് അവര് മെനുവിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്തു. ടെക്സി സ്പെഷ്യൽ. എത്ര ആറമ്മ? 7 ആറമ്മ. വലിച്ച് തോന്നി. ഇതാണ് ഇവിടുന്ന് ഒന്നും വിശ്വസിച്ച് പറയാൻ പറ്റാതെ. നമുക്ക് ടേസ്റ്റ് പറ്റത്തില്ല. എന്ത് പറഞ്ഞാലും എന്താ ഇത് ഇങ്ങനെ ഒരു വികാരം ഇല്ലാത്ത സാധനോടാ. മിക്സ് ചെയ്യണോ? ഞാൻ നോക്കട്ടെ. മിക്സ് ചെയ്യണം. നല്ലോണം കൈ മാറ്റി മിക്സ് ചെയ്താലുവേ ആ ഒരു അടിയിലത്തെ കൂടെ മിക്സ് ആവട്ടെ. അത് മിക്സ് ആവത്തില്ലല്ലേ? കുറച്ച് മേളിന്ന് കുടിച്ചേ. നല്ല കയ്പ്. വലിച്ച് സത്യം ഇതാണ് നമ്മളൊന്നും ഓർഡർ ചെയ്യാത്ത കേട്ടോ. എനിക്ക് പറ്റത്തില്ല ഇവിടെ. ശരിയാകത്തില്ല. നമ്മൾ ടേസ്റ്റ് നോക്കി ആവത്തില്ല. നല്ല കയ്പില്ലേ? ആനാ അടുത്തോട്ട് പോയേ. പാട്ട് പാടുറല്ല. വീഡിയോ എടുത്തപ്പോ അനങ്ങില്ല. പിള്ളേരുടെ ലോകം. ഉച്ചയുടെ വായിലോട്ട് കയറുക. എന്ത് സെറ്റ് ചെയ്തിരിക്കുന്ന നോക്കി ഗൈസ്. പിള്ളേരെ കൊണ്ടുവന്ന് ഇവിടുന്ന് ഇറങ്ങൂല. ഇവിടെ ആയിരിക്കോ സത്യോ? ഇവിടെ കിടന്ന് ഓടി തീമർത്ത്. എടാ ഇവിടെ മറ്റേ ബോൾ എറിയുന്ന പരിപാടി ഉണ്ട് കേട്ടോ. നാട്ടുകാരെ പറ്റിയ സംഭവം എല്ലായിടത്തും ഉണ്ട്. കുറെ ഗെയിംസ് ഉണ്ട് കേട്ടോ ഇവിടെ. താറാവിനെ പിടിക്കുന്നതെന്ന് തോന്നുന്നു. എത്ര താറാവിനെ പിടിക്കുന്നോ അത്ര അനുസരിച്ചാണോ? 5 ഡക്ക് ഇങ്ങനെ അതിന്റെ കളി. ബാ, എനിക്ക് താറാവ് ഇഷ്ടമല്ല. ബാ, മേല് പോവാം. സമയായി. നമ്മൾ ഇവിടെ കേറിയില്ല കേട്ടോ. ഇത് ഇവിടുന്ന് പുറത്തിറങ്ങണം കേട്ടോ. ഇല്ലേ ബ്രദറെ? നമ്മൾ അവര് പറഞ്ഞ സമയമായി. 4 മണിയായി. ഗൈസ്, അപ്പൊ നമ്മൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത വിശേഷങ്ങൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. അപ്പൊ നടന്നു കേട്ടോ. നട്ടപ്പളായി. ആ തിന്ന ആ ഒരു കോഫിയുടെ സാധനം ഇങ്ങനെ അതിന്റെ ഒരു ഹാങ് ഓവർ ഇട്ടിട്ട് എന്തായാലും അടിപൊളിയാണ്. എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും ഈ ഒരു സ്ഥലം താഴെ ടെമ്പിള് അല്ലേ, മേല് മാള്, ഒത്തിരി മാളാ. സൈസായില്ല, എന്തോ സാധനങ്ങളാ. പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ പക്ക സ്പോട്ടാണോ ഗൈസ്. അപ്പം താങ്ക് യു കൈരളി ടൂർസ് ആൻഡ് ട്രാവൽസ്. അവരാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് ഈ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്നത്. സോ നിങ്ങൾ വരുന്നെങ്കിൽ ഈ സ്ഥലങ്ങളൊന്നും മിസ് ചെയ്യരുത്. അപ്പൊ എന്തായാലും കൈരളി ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. അപ്പൊ ബൈ. അപ്പൊ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ പ്ലീസ് വെട്ടി കാണുന്നവരേ